എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരിൽ ആദ്യം മരിക്കേണ്ടത് ഭാര്യയാണോ അതോ ഭർത്താവാണോ? അമ്മ പറഞ്ഞു ഭർത്താവാണ് മരിക്കേണ്ടതെന്ന്. പക്ഷെ അമ്മ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി. അതിൻ്റെ നടത്തിപ്പുകാരോട് ഞാനത് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യനാരാ? അതിന് ആ സ്ത്രീ പറഞ്ഞ മറുപടി, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വൃദ്ധസദനത്തിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യന് പ്രായമായ സമയത്ത് ഭാര്യ മരിച്ചുപോയ ഭർത്താവ് തന്നെയാണ്. അവർ അനുഭവിക്കുന്ന പ്രയാസം ഈ ലോകത്ത് ഒരു മനുഷ്യരും അനുഭവിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്നോടൊരു കഥ പറഞ്ഞു. ഭയങ്കര പ്രൗഢിയോട് കൂടിയിട്ട് അഭിമാനിയായി ഭാര്യയുടെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും നോക്കി വളരെ കരുതലോടെ സംരക്ഷിച്ച ഒരു മനുഷ്യനുണ്ട്. അയാളെക്കുറിച്ച് ഓർത്ത് എന്നും സന്തോഷിക്കുന്ന അയാളുടെ ഭാര്യയ്ക്ക് അയാളെ ജീവനായിരുന്നു. തന്നെയും തൻ്റെ മക്കളെയും പൊന്നുപോലെ പരിപാലിക്കുന്ന ആ ഭർത്താവിനെ ദൈവത്തെ പോലെയാണ് ആ ഭാര്യ കണ്ടിരുന്നത്. ആ മനുഷ്യൻ ഒരിക്കൽ പോലും വീട്ടിലെ അടുക്കളയിൽ കയറിയിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭാര്യ അതിന് സമ്മതിക്കൂല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടാവും. അദ്ദേഹം കഴിച്ചതിന് ശേഷമാണ് ആ ഭാര്യ ഭക്ഷണം കഴിക്കുന്നത് തന്നെ. ആ ഭർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി വായിച്ചെടുക്കാനുള്ളൊരു കഴിവ് ആ ഭാര്യക്കുണ്ട്. അദ്ദേഹത്തിനൊരു ശീലമുണ്ട്. ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതുപോലെ തന്നെ ഉറക്കത്തിനിടയിൽ ബാത്റൂമിൽ പോകും. തിരിച്ചു വന്നിട്ട് വീണ്ടും വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് അയാളുടെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹം കിടക്കുന്നതിൻ്റെ അടുത്തുള്ള മേശപ്പുറത്ത് കൂജയിൽ വെള്ളവും ഒരു ഗ്ലാസും കൊണ്ടുവെക്കുന്ന പതിവുണ്ട്. എന്താവശ്യത്തിനും ഭാര്യയെ ആശ്രയിക്കുന്ന നല്ലൊരു ഭർത്താവ്, അതിഷ്ടപ്പെട്ടിരുന്ന സ്നേഹനിധിയായ ഒരു ഭാര്യ. അങ്ങനെ ഒരു ദിവസം അയാളുടെ ഭാര്യ മരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ ഒറ്റപ്പെട്ടു. ഒരു ദിവസം രാത്രിയിൽ അയാൾ വെള്ളം കുടിക്കാനായിട്ട് കൂജ ചരിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളമില്ല. തൻ്റെ ഭാര്യയുടെ അഭാവം അയാൾ ശരിക്കും അറിയാൻ തുടങ്ങി. കുറച്ച് മടിയോടെ ആണെങ്കിലും മരുമകളെ വിളിച്ചു പറഞ്ഞു, എനിക്കിത്തിരി വെള്ളം വേണം. മരുമകൾ വെള്ളം കൊണ്ട് കൊടുത്തിട്ട് പോയിട്ട് കിടന്നു. രാത്രി ഉറക്കമുണർന്ന് പതിവ് പോലെ അയാൾ ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോഴും വെള്ളമില്ല. അയാളുടെ തൊണ്ടയാണെങ്കിൽ വരണ്ടിട്ട് വയ്യ. ഒരുവിധം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മകനും മരുമകളും കിടക്കുന്ന മുറിൻ്റെ അടുത്തെത്തി വാതിലിൽ ഒരുപാട് പ്രാവശ്യം മുട്ടി. വാതിൽ തുറന്ന മരുമകളുടെ മുഖം കണ്ട് അയാൾ ആകെ ഞെട്ടിപ്പോയി. അത്രയും വെറുപ്പോട് കൂടി നിൽക്കുന്ന ഒരു മുഖത്തിൻ്റെ മുമ്പിൽ അയാൾ ഇക്കണ്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല. അവൾ ചോദിച്ചു, എന്താ? ഒന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാനുള്ള ധൈര്യം പോലും അദ്ദേഹത്തിന് ചോർന്നു പോയ പോലെ. അങ്ങനെ തിരിച്ചു വന്ന് കിടന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാനുള്ള ആയുസ്സില്ലാതെ അയാൾ മരിച്ചുപോയി. ഈ കഥ പറഞ്ഞിട്ട് ആ സ്ത്രീ പറയാം, സ്നേഹത്തോടെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാർ പിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവ് അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ ഒറ്റപ്പെടൽ. ഭാര്യയ്ക്ക് പകരം വെക്കാൻ മക്കളോ മരുമക്കളോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഭാര്യയ്ക്ക് പകരം ഭാര്യ തന്നെ വേണം. നമുക്ക് ആയുസ്സുള്ള കാലത്തോളം അവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. മനുഷ്യ മനസ്സ് എന്ന് പറയുന്ന പലതരത്തിലാണ്. ഓരോ ആൾക്കാരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഓരോ രീതിയിലാണ്. അതൊക്കെ അവരുടെ സംസ്കാരവും വിദ്യാഭ്യാസവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.